എന്തിനാടെ എറിയുന്ന പോങ്ങ? ഒന്ന് നോക്കി എറിയണ മരൂടെ. ഒരാഴ്ചയായിട്ട് ബാറ്റിയെ പന്ത് കളിക്കാത്തോളാം. ഒന്ന് പോയേടി. ഡിഡി അടുത്തുണ്ടല്ലോ ആ കുഴിയില്. നീ ഓടാൻ തയ്യാറായി നിന്നോ? നിങ്ങളെയൊക്കെ ഞാൻ മുട്ടയിടിക്കും. ഒന്ന് പോയേടി. ഇനി 6 എല്ലാം പോണെങ്കിൽ നീ തലത് നാക്ക് വെച്ച് തള്ളേണ്ടി വരും. നീ എറിയാൻ വരുമല്ലോ. നീ എറിയാൻ വരുമ്പോ നിന്റെ 6 പന്തിന്റെ രാജ്യം വരും. നോക്കി എറിയടാ. വടി വരൂ, എറിയാൻ വാടാ. ഇനി സോണിയുടെ കളി കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എറിഞ്ഞവളെ നടു ഓടിക്കണം. നിന്റെ കുന്തളിപ്പം തീർത്താടി വെള്ളക്കൂറെ. ഡാ താളെ വിടാത്ത എറിയടാ. തല്ലുകൊണ്ട് നീന്ന് മൂങ്ങും. എടി റോണി, ഒരു 6 അല്ലേ പോന്നെ? എടി 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 നിന്റെ അഹങ്കാരം തീർന്നില്ലേടി? സത്യത്തി റോണി, ഇത് ബാറ്റിന്റെ എന്തോ തകരാറ്. അല്ലാണ്ട് വെള്ളക്കൂറ കുത്തി വരുന്ന ഔട്ടാവൂല. എടി നിന്റെ വളിച്ച തള്ളു കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ച നീ ഏറിപ്പോയി ഇളിച്ചോണ്ട് നിൽക്കുന്നു. ഡാടാ വടിവേലു, നീ ഇരുന്നത് നോബോളാ. ഇങ്ങോട്ട് വാ. എന്തോന്ന് ന്യൂബോല്? എടാ നീ ഇങ്ങോട്ട് നോക്കടാ. ഇത് നോബോളാ. ഇവിടെ നിന്ന് കൂട്ടാൻ പറ്റത്തില്ല. നീ വേഗം വന്നിട്ട് ഒന്നും കൂടെ എറി. ഒന്ന് പോയേടി. ഔട്ടായി കഴിയുമ്പോ എന്തെങ്കിലും വള്ളിയും പിടിച്ചു വന്നു. നാണമില്ലല്ലോ. എടി എടി നിനക്ക് നാണമില്ലേ? എടി ഔട്ടായി കഴിഞ്ഞാൽ സമ്മതിക്കടി. കളി കള്ളത്തരം പാടില്ല. ഡാ നീ വന്ന് എറിഞ്ഞേടാ. വടിവേലു വിളിച്ചോണ്ട് നിൽക്കാതെ. നീ ഒന്ന് പോയി വെറുതെ ബാറ്റിങ്. പിന്നെ പോടാ. ഇങ്ങോട്ട് താടി ബാറ്റിങ്. എടാ നീ പോടാ. നീ മാന്യമായിട്ട് എറിഞ്ഞു പോയി കുറ്റി പറിക്കടാ. ഇത്രയും മതി. നീ പിടിച്ചു വാങ്ങണം. കുറെ ദിവസം ബാറ്റ് താടി. ബാറ്റല്ലേ? തരാം. ഇപ്പൊ തരാടാ. എറിഞ്ഞ് നടു ഓടിക്കടാ അവളുടെ. കൊല്ല എന്നെ ഇന്ന് മറ്റന്നാൾ. എന്നാ പിള്ളേരെ ഇത്? മൂന്നിനെയും കൂട്ടിയിട്ട് കത്തിക്കും കേട്ടാ. ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കുന്നു കേട്ടോ. ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ മൂന്നേം തല വെള്ളം കോരി ഒഴിക്കും. പറഞ്ഞേക്കാം. ഓ ഏറ്റോ? ആ ഏറ്റു. അമ്മയുടെ കരികുഞ്ഞും കിട്ടാണ് പോത്തു പോലെ കിടന്നു. അതിനവരുടെ അപ്പന്റെ കറുപ്പ അവർക്ക് കിട്ടിയേക്കുന്നത്. അവരെ കരിയെന്നും കറുപ്പെന്നും പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോടി. അപ്പൊ എനിക്ക് ആരുടെ കളറാ? ആ അപ്പൊ അമ്മയ്ക്കും അറിയത്തില്ലേ? പെണ്ണെ നീ എന്തേലും മേടിക്കും കേട്ടോ. എഴുന്നേറ്റ് പോയിക്കോ. ഏറ്റു കിടന്ന് കീറണ്ട. കഴിഞ്ഞു പൊട്ടി. മൂത്തതിന്റെ ഒരു ഗുണവും ഇല്ല. എല്ലാത്തിനും മുമ്പ് നോക്കുന്നൊന്നുമില്ലല്ലോ. ഇതാ പറഞ്ഞ ഈ നാട്ടിൽ സോഷ്യലിസം നശിച്ചു എന്ന്. എടി എടി റോണി, എഴുതാൻ 7 മണിയായി. ഡി ഞാൻ അവനെ വിളിച്ച് വരുമ്പോഴത്തേക്ക് നീ എഴുന്നേറ്റില്ലെങ്കിലുണ്ടല്ലോ. ഞാൻ പോവാ. മൂത്തതിന്റെ മൂപ്പിന് എല്ലാരും അറിയും. അയ്യടാ അവന്റെ ഒരു കെട്ടപ്പ് ഇപ്പൊ ശരിയാക്കി തരാടാ. എഴുന്നേക്കടാ. എന്നതാ ഇവിടെ? ഒന്നുമില്ലമ്മേ, അവനെ ഞാൻ ഏൽപ്പിച്ചതാ. ചെറുക്കനെ കൊല്ലുകൂടി നീ? ഞാനീ റോണീനെ കൂടെ ഏൽപ്പിക്കട്ടെ അമ്മേ. അടിയാൻ ആ സമയത്ത് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. പോടാ. നീ ഒന്ന് പോടി വെള്ളക്കൂറെ. എന്നാ ഇവിടെ പട്ടി മൂന്നോ ചേട്ടെ? ഒന്ന് പോടി. ഇവന്റെ കിളി പോയാ? കിളി പോയതല്ലേ, കിളിയെ ഞാൻ ചവിട്ടി വിടുന്നതാ. അവനൊരു പോങ്ങനായിരുന്നു നിന്റെ ഭാഗ്യം. ഓഹോ, അപ്പൊ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചായിരുന്നു? നീ എന്നാ ചെയ്യും പറയടി. നീ ഒന്ന് പോയേടി. നേരെ 8 മണിയായി. ഒരെണ്ണം കോളേജിൽ പോകാൻ ഒരുങ്ങിയിട്ടില്ല. നിങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ പോയി നോക്ക്. മമ്മിയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ടുപടി ഇവരെ കണ്ടുപടി എന്ന് പറഞ്ഞ് പറയില്ലെന്ന്. ഡോണ്ട് കമ്പയർ. പോയി പല്ലെങ്കിൽ ഒന്ന് രേക്കടി.
കൊച്ചി നിന്ന കൊയിലാണ്ട് വരെയുണ്ട് വായനാറ്റം. എന്തോ ഒരു നാറ്റം എന്റെ മോളെ. എന്നാടി അയ്യ ഒരുങ്ങിയിട്ടാണല്ലോ വലുതെപ്പ്. കൊള്ളാം. എടാ സത്യത്തിൽ മറന്നു പോയടാ. അയ്യോ ഉള്ള ഇറച്ചിയും കൂടെ വെള്ളം ആക്കോടാ നീ. നീ ഇപ്പത്തെ ഏറ്റ വൃത്തിയാക്കുമല്ലേ? ആദ്യം അതിന് നിറം പറ്റേ. എന്റെ പല്ലിന് നല്ല നിറമുണ്ട് മോനെ. കൊണ്ടുണ്ട്, പക്ഷെ അത് മഞ്ഞ നിറാന്ന് മാത്രം. വെറുതെ അല്ല വെള്ളച്ചിനെ എടുത്തിട്ട് പൊതിക്കുന്നത്. വാ തുറന്നാ പിന്നെ മുതുകത്തുനിന്ന് കൈയെടുക്കാൻ തോന്നിയതാ. എന്നാ വാടി. കൊതു കുത്തിയ ബോധം പോകുന്നതല്ല വെറുതെ കിടന്ന് മൂപ്പിക്കുന്നത്. നിന്നെ മറിക്കാൻ ജോണിയുടെ മസിൽ മതിയടി. ഇങ്ങനത്തെ ഡയലോഗും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാലേ നല്ല ആൺപിള്ളേരുണ്ട്, പിന്നെ അഴയിലോട്ടിടും. ഓഹോ, ഇരട്ടകൾ രണ്ടുപേരും പട്ടകളാവുകയാണോ? നീ പോടി വിളക്കൂരാണ്. അധികം പൊളച്ച നിനക്കെടുക്കും. മൂന്നിനും തല്ലിക്കൊണ്ട് ഞാൻ ജയിലിൽ പൊക്കോളാം. സമാധാനം ഉണ്ടാവുമല്ലോ. എടാ നീ കെട്ടിക്കഴിഞ്ഞില്ലേ, ഒന്ന് വേഗം. 8 പൊത്ത് നീണ്ട ഒരു വള്ളി കഷ്ടപ്പാടുണ്ട് മോളെ. എടാ വെള്ളപ്പാറ്റ പൊത്തിന്ന് ചാടുന്നതിന് മുമ്പ് ഒന്ന് ആവോ? ഇന്ന് അവളെ ചാൻസാ. ഒരു കഴിഞ്ഞ് ഐ ആം റെഡി. റെഡി വേഗം. വിട്ടോടാ. നീയൊന്ന് ഇറങ്ങിക്ക്. ഇതിൽ താക്കോലൊന്നുമില്ല. ആ ഉണ്ടാവൂല. രാവിലെ എന്നോട് താക്കോൽ എടുത്തു വെക്കാൻ പറ്റും. നീ എന്തുകൂടെ എടുത്തു വെച്ചേ? എനിക്ക് ഓരോരോ ഡ്യൂട്ടി ഉണ്ടായി. ഓ ഈ ചുള്ളിക്കമ്പേ മസിലേറ്റുന്ന കഠിനാധ്വാനം. കഷ്ടപ്പെട്ട ഏത് മരുഭൂമിയിലും മുന്തിരിങ്ങൊക്കെ ഉണ്ടാവും. നീ മുന്തിരിയും പറിച്ചാൽ മതി. എന്നാലും ആ താക്കോലോടെ പോയി. ഇന്നലെ ഞാൻ താക്കോൽ ഊരിയില്ലേ? സത്യമായിട്ടും ഇങ്ങനൊരു കരിക്കോട്ടൻ ഇവിടെ നീ എടുത്തില്ലാന്ന് വെച്ച് എടുക്കാണ്ടിരിക്കാൻ വേറെ ആൾക്കാരൊന്നും ഇല്ലാണ്ടില്ലല്ലോ. ആ വെള്ളക്കൂറ അമ്മച്ചിക്കാണോ അവളെ ഇന്ന് ഞാൻ കൊല്ലൂല. കൊല്ലാൻ നാളെ അതിൻ്റെ അപ്പുറത്ത് നാളെയൊക്കെ സമയമുണ്ടല്ലോ. വാടാ, നീ കൊല്ലാൻ വാ. ഞാൻ കൊല്ലില്ലെന്നാ പറഞ്ഞേ. നിന്റെ ഇരട്ടെ പോലെ മണ്ണില്ല കേട്ടോ. വരുന്നുണ്ട് വാ. എടി ഇവളെയോ? ഇന്നലെ അവള് ഞെളിഞ്ഞു പോയപ്പോഴേ ഞാൻ നടന്നല്ലേ പോയെ. നീ കയറുന്നല്ലേ ഒന്ന്. എടി അവളെയും കൂടി കൂട്ടാടി. ആദ്യം അവളുടെ ഉള്ളിൽ കുഴിച്ചിട്ട് തീർട്ടെ, അന്നേരം പാവ അവളുടെ അമ്മ കൊണ്ട വേണ്ടി. കുളിച്ചപ്പോ കുനിഷ്ടൊക്കെയുള്ള പോയടി. കിറി കൊണ്ട് കഥകളി കളിക്കാതെ വന്ന് കേരടിക്കോട്ടെ. എപ്പോ എത്തിയും ചോദിച്ചാ അമ്മ കാണുന്നതിന് മുമ്പ് വിട്ടോ. ലീലാമ്മ ചേച്ചി, ഓ നിങ്ങളുടെ പിള്ളേരതാ ജോൺസന്റെ വീടിന്റെ അവിടുത്തെ കുണ്ടില് വീണിട്ട്. ഇങ്ങനത്തെ മൂന്ന് മറുതകള് മൂന്നിനോടും കൂടി ഒന്നിച്ച് വണ്ടിയെ പോലെ പറഞ്ഞാൽ കേക്കിയല്ല.